എല്ലാ പ്രിയ സ്നേഹിതർക്കും ഇന്നത്തെ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഒരു വിർച്വൽ മെഷീൻ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക, എങ്ങനെയാണ് മാനേജ് ചെയ്യുക എന്നതൊക്കെ നമ്മൾ നോക്കിയിരുന്നു അല്ലേ? ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു വിർച്വൽ മെഷീനിന് സംഭവിക്കുന്ന സ്റ്റാറ്റസുകൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ്. അതായത് ഒരു വിർച്വൽ മെഷീൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് സ്റ്റാറ്റസ് കാണിക്കുക, അതുപോലെ തന്നെ ഒരു വിർച്വൽ മെഷീൻ നിർത്തുമ്പോൾ എന്താണ് സ്റ്റാറ്റസ് കാണിക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. പ്രധാനമായും 3 തരത്തിലാണ് വിർച്വൽ മെഷീൻസുകളിൽ സ്റ്റാറ്റസുകൾ കാണിക്കുക. നമ്മൾ ഇതിനെ കോമൺ ആയിട്ട് പറയുക വിർച്വൽ മെഷീൻ സ്റ്റേറ്റ് എന്നതാണ്. എന്തൊക്കെയാണ് ആ സ്റ്റേറ്റ്സുകൾ എന്ന് നോക്കുകയാണെങ്കിൽ റണ്ണിംഗ് ഉണ്ട്, സ്റ്റോപ്ഡ് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റോപ്ഡ് എന്ന് കാണിച്ച് ഇവിടെ ബ്രാക്കറ്റിൽ ഡി അലോക്കേറ്റഡ് എന്നുകൂടെ കാണിക്കും. ശരി, എന്തൊക്കെയാണ് ഇവയുടെ പ്രത്യേകതകൾ എന്ന് നമുക്ക് ഓരോന്നോരോന്നായി ഒന്ന് പരിശോധിച്ച് നോക്കാം. ഒരു വിർച്വൽ മെഷീനിന്റെ സ്റ്റാറ്റസ് റണ്ണിംഗ് എന്നതാണ് കാണിക്കുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഈ മെഷീൻ ഇപ്പോൾ അപ്പിലാണ് ഉള്ളതെന്ന്. കൂടാതെ ഈ മെഷീനിനെ ഇപ്പോൾ ആക്സസ് ചെയ്ത് വർക്ക് ചെയ്യാവുന്ന രീതിയിലുമാണ് ഇരിക്കുന്നത് എന്നത് മനസ്സിലാക്കാം. അതായത് ഈ മെഷീനിൽ നമ്മൾ ഡിപ്ലോയ് ചെയ്തിരിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇപ്പോൾ വർക്കിംഗ് ആണ്. അതുപോലെ തന്നെ ഈ മെഷീനിൽ നമ്മൾ എന്തൊക്കെ റിസോഴ്സസുകൾ ആഡ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം റണ്ണിങ്ങിൽ തന്നെയാണ് എന്നുള്ളതാണ് ഈ ഒരു സ്റ്റാറ്റസിന്റെ മീനിങ് വരുന്നത്. അപ്പോൾ ഒരു വിർച്വൽ മെഷീൻ റണ്ണിങ്ങിലാണെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ ഈ മെഷീൻ ഉപയോഗിക്കുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ഈ മെഷീനിലെ റിസോഴ്സസുകൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് മന്ത്ലി അല്ലെങ്കിൽ അവേർലി ബില്ലെല്ലാം പേ ചെയ്യേണ്ടി വരും അല്ലേ? ശരി, അടുത്ത ഒരു സ്റ്റാറ്റസ് എന്ന് പറയുന്നത് സ്റ്റോപ്ഡ് എന്നതാണ്. ഇതിന്റെ ഒരു മീനിങ് എന്താണ് വരുന്നതെന്ന് നോക്കുകയാണെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഉള്ളിലെ ഷട്ട് ഡൗൺ എന്ന ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഈ മെഷീൻ ഓഫ് ആക്കിയിരിക്കുകയാണ് എന്നതാണ്. അപ്പോൾ ഇതേപോലെയാണ് നമ്മളൊരു വിർച്വൽ മെഷീൻ ഓഫ് ചെയ്യുന്നതെങ്കിൽ ആഷ്വറിന്റെ പോർട്ടൽ പേജിൽ സ്റ്റാറ്റസ് ഇതേപോലെ സ്റ്റോപ്ഡ് എന്നതാണ് കാണിക്കുക. ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഈ രീതിയിലാണ് നമ്മൾ ഒരു വിർച്വൽ മെഷീനെ ഓഫ് ചെയ്യുന്നതെങ്കിൽ ഇതിന്റെ ബാക്ക് എൻഡിലെ റിസോഴ്സസുകൾ ഒന്നും തന്നെ ഓഫായി പോകുകയില്ല. ആക്ച്വലി ഈ മെഷീൻ ഓഫ് ആകുന്നുണ്ടെങ്കിലും റിസോഴ്സസുകൾ ഒന്നും തന്നെ ഇവിടെ ഓഫായി പോകുന്നില്ല. അപ്പോൾ മൈക്രോസോഫ്റ്റിന്റെ കൺസെപ്റ്റിൽ ഈ മെഷീൻ പൂർണ്ണമായും ഓഫായി പോയിട്ടില്ല. ചില റിസോഴ്സസുകളെങ്കിലും റണ്ണിങ്ങിൽ ഉള്ളതുകൊണ്ട് അതിന്റെയെല്ലാം ചാർജസ് നമുക്ക് പേ ചെയ്യേണ്ടി വരും. ശരി, മൂന്നാമത്തെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് സ്റ്റോപ്ഡ് എന്ന് കാണിക്കും. പക്ഷെ ഒരു ബ്രാക്കറ്റിൽ ഇതിന്റെ കൂടെ ഡി അലോക്കേറ്റഡ് എന്നുകൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ എന്താണ് ഇതിന്റെ ഒരു മീനിങ് വരുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ ഒരു വിർച്വൽ മെഷീൻ നമ്മൾ ആഷ്വറിന്റെ കൺസോളിൽ നിന്നും അല്ലെങ്കിൽ ആഷ്വർ പോർട്ടലിൽ നിന്നും സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് എന്നൊരു ബട്ടൺ കാണാം അല്ലേ? സോ ഈ സ്റ്റോപ്പ് എന്ന ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് വിർച്വൽ മെഷീനെ ഓഫ് ആക്കിയിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കാം. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഉള്ളിലുള്ള ഷട്ട് ഡൗൺ എന്ന ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ടല്ല നമ്മൾ ഈ മെഷീനെ ഇപ്പോൾ ഓഫ് ചെയ്തിരിക്കുന്നത്. പോർട്ടൽ പേജിലെ തന്നെ സ്റ്റോപ്പ് എന്ന സൗകര്യം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ മെഷീനിനെ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ സ്റ്റോപ്ഡ് ഡി അലോക്കേറ്റ് എന്നുകൂടെ കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റാറ്റസ് കാണിക്കുന്നതെങ്കിൽ സ്റ്റോറേജ് റിസോഴ്സിനൊഴികെ മറ്റൊന്നിനും മൈക്രോസോഫ്റ്റ് ഇവിടെ ചാർജ് ഈടാക്കുകയില്ല. കാരണം ഡി അലോക്കേറ്റഡ് മോഡിലാണെങ്കിൽ ഈ മെഷീനിനെ സംബന്ധിച്ച എല്ലാ റിസോഴ്സസുകളും സ്റ്റോപ്പായി പോകുന്നതാണ്, അതായത് റിലീസായി പോകുന്നതാണ്. ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ ഒരു വിർച്വൽ മെഷീനിന്റെ CPU അതായത് പ്രൊസസർ, മെമ്മറി, പബ്ലിക് IP അഡ്രസ് ഇതെല്ലാം തന്നെ ഈ VMൽ നിന്നും റിലീസായി പോകുന്നതാണ്. ഇവിടെ പബ്ലിക് IP അഡ്രസ്സിന്റെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ നമുക്കറിയാം ഒരു വിർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആഷ്വർ തന്നെ ഓട്ടോമാറ്റിക്കലി ഒരു ഡൈനാമിക് പബ്ലിക് IP അഡ്രസ് ഈ വിർച്വൽ മെഷീനെ കണക്ട് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്തു തരാറുണ്ട് അല്ലേ? അപ്പോൾ ഇത്തരത്തിലൊരു VM ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ ഡൈനാമിക് IP അഡ്രസ് ഇവിടെ റിമൂവ് ആയി പോകുന്നതാണ്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് പബ്ലിക് IP അഡ്രസ് ഒന്നും തന്നെ കാണുവാനില്ല അല്ലേ? കാരണം എന്താണ്? ഈ മെഷീൻ ഇപ്പോൾ ഡി അലോക്കേറ്റഡ് മോഡിലാണ് ഉള്ളത്. തുടർന്ന് വീണ്ടും ഈ മെഷീനിനെ സ്റ്റാർട്ട് ചെയ്യിക്കുമ്പോൾ പുതിയ ഒരു ഡൈനാമിക് പബ്ലിക് IP അഡ്രസ് ആണ് നമുക്ക് ലഭിക്കുക. അതായത് നേരത്തെ ഉണ്ടായിരുന്ന ഡൈനാമിക് പബ്ലിക് IP അഡ്രസ് അല്ല നമുക്ക് കാണുവാൻ സാധിക്കുക. പുതിയ ഒരു പബ്ലിക് IP അഡ്രസ് ആഷ്വർ ഈ മെഷീനിലേക്ക് അസൈൻ ചെയ്തു തരുന്നതാണ്. സോ ഈ ഒരു IP അഡ്രസ് റിലീസിംഗ് ഇവിടെ ഇങ്ങനെ വരണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ പബ്ലിക് IP അഡ്രസ്സിനെ സ്റ്റാറ്റിക് ആക്കി ചേഞ്ച് ചെയ്യാം. അങ്ങനെ സ്റ്റാറ്റിക് IP അഡ്രസ് ആക്കുകയാണെങ്കിൽ ഈ മെഷീൻ ഡി അലോക്കേറ്റഡ് മോഡിലേക്ക് പോയാലും
പിന്നീട് ഓൺ ചെയ്യുമ്പോൾ സെയിം പഴയ ആ IP അഡ്രസ് തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എന്താണ് ഇവിടെ ഡി അലോക്കേറ്റഡ് മോഡിലേക്ക് ഒരു മെഷീൻ പോകുകയാണെങ്കിലുള്ള അഡ്വാൻറ്റേജ് എന്ന് നോക്കുകയാണെങ്കിൽ ബില്ലിങ്ങിൽ തീർച്ചയായും വലിയ വ്യത്യാസം തന്നെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അതായത് ഈ പറഞ്ഞ റിസോഴ്സസുകളെല്ലാം ഇവിടെ ഈ വിർച്വൽ മെഷീനിൽ നിന്ന് റിലീസ് ആകുമ്പോൾ അവയുടെ ചാർജ് ഇവിടെ ബില്ലിങ്ങിന്റെ കൂടെ ആഡ് ആകുന്നതല്ല. എന്നാൽ ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സ്റ്റോറേജ് മാത്രം ഇവിടെ റിലീസായി പോകുന്നതല്ല. അതായത് ഈ വിർച്വൽ മെഷീൻ പ്രവർത്തിക്കുവാൻ നമുക്കൊരു സ്റ്റോറേജ് ആവശ്യമാണ് അല്ലേ? സോ ആ സ്റ്റോറേജിന് എത്രയാണോ എമൗണ്ട് വരുന്നത് അത് നമ്മൾ പേ ചെയ്യേണ്ടതുണ്ട്. ശരി, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പ്രാക്ടിക്കലായിട്ട് തന്നെ ചെയ്തു നോക്കാം. അതിനായി ഞാൻ ആഷ്വറിന്റെ പോർട്ടൽ പേജിലേക്ക് പോകുകയാണ്. ഇപ്പോൾ നമ്മൾ ഡാഷ്ബോർഡിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നിന്നും വിർച്വൽ മെഷീൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ ഓൾറെഡി നമ്മൾ ഡിപ്ലോയ് ചെയ്തിരിക്കുന്ന ഒരു വിർച്വൽ മെഷീൻ കാണിക്കുന്നുണ്ട്. സോ ഞാൻ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ ഓവർവ്യൂ എന്നതിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ഈ മെഷീനിന്റെ സ്റ്റാറ്റസ് കറന്റ്ലി റണ്ണിംഗ് എന്നതാണ് കാണിക്കുന്നത്. റണ്ണിംഗ് എന്നതാണ് കാണുന്നതെങ്കിൽ ഈ മെഷീൻ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് മീനിങ് വരുന്നത്. താഴെ നോക്കിയാൽ ഏത് ലൊക്കേഷനിലാണ് ഈ മെഷീൻ ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത്, അതുപോലെ തന്നെ ഈ മെഷീനിലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്, ഈ മെഷീനിന്റെ സൈസ് എന്താണ്, പബ്ലിക് IP അഡ്രസ് എന്താണ് എന്നുള്ള ഇൻഫോർമേഷൻസുകളെല്ലാം തന്നെ ഇവിടെയായിട്ട് കാണിക്കുന്നുണ്ട് അല്ലേ? ശരി, ഇനി നമുക്ക് ഈ മെഷീനിൽ ഒന്ന് ലോഗിൻ ചെയ്ത് നോക്കാം. ഓൾറെഡി ഞാനിവിടെ ലോഗിൻ ചെയ്തിട്ടുണ്ട്. സോ ഞാനിതൊന്ന് മാക്സിമൈസ് ചെയ്യുന്നു. തുടർന്ന് ഇവിടെ താഴെ നിന്നും ഫയൽ എക്സ്പ്ലോറർ ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം ദിസ് PCയും ഇവിടെ സൈഡിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് 2 ഡിസ്കുകൾ കാണുന്നുണ്ട് അല്ലേ? അതിൽ ആദ്യത്തെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡിസ്കും രണ്ടാമത്തെ ടെമ്പററി ഡിസ്കുമാണ്. ഞാൻ ഈ ടെമ്പററി ഡിസ്ക് ഒന്ന് ഓപ്പൺ ചെയ്യുന്നു. തുടർന്ന് ഇതിൽ കുറച്ച് ഫോൾഡേഴ്സുകൾ ക്രിയേറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ശരി, ഇപ്പോൾ കുറച്ച് ഫോൾഡേഴ്സുകൾ ഇവിടെയുണ്ട് അല്ലേ? ഞാൻ ഈ വിൻഡോ ക്ലോസ് ചെയ്യുകയാണ്. തുടർന്ന് ഈ വിർച്വൽ മെഷീൻ ഇവിടെ സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്ത് ഷട്ട് ഡൗൺ ചെയ്യുകയാണ്. അതായത് നോർമലി നമ്മൾ എല്ലാ മെഷീൻസുകളും ഷട്ട് ഡൗൺ ചെയ്യുന്നത് പോലെ ഇവിടെയും സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്ത് ഷട്ട് ഡൗൺ കൊടുക്കുന്നു. ഇങ്ങനെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഉള്ളിൽ നിന്നും വിർച്വൽ മെഷീനിനെ ഷട്ട് ഡൗൺ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും സ്റ്റാറ്റസ് കാണിക്കുക? സ്റ്റോപ്ഡ് എന്നതായിരിക്കും കാണിക്കുക. അല്പസമയത്തിനുള്ളിൽ ആ സ്റ്റാറ്റസ് നിങ്ങൾക്കിവിടെ കാണുവാൻ സാധിക്കുന്നതാണ്. കണ്ടില്ലേ, ഇവിടെ സ്റ്റാറ്റസ് സ്റ്റോപ്ഡ് എന്നതാണ് ഇപ്പോൾ കാണിക്കുന്നത്. സോ അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റാറ്റസ് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം ഈ മെഷീനിനെ ഇപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലെവലിൽ ഷട്ട് ഡൗൺ ചെയ്തിരിക്കുകയാണെന്ന്. കൂടാതെ പബ്ലിക് IP അഡ്രസിന്റെ ഭാഗം ഒന്ന് നോട്ട് ചെയ്യുക. നിങ്ങൾ സെയിം IP അഡ്രസ് തന്നെയാണ് ഇപ്പോഴും കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് OS ലെവലിൽ ഷട്ട് ഡൗൺ ചെയ്യുമ്പോൾ റിസോഴ്സസുകൾ ഒന്നും തന്നെ റിലീസായി പോകുന്നില്ല, എല്ലാം ഇവിടെ തന്നെയുണ്ട്. ശരി, ഇനി നമുക്ക് ഡി അലോക്കേറ്റഡ് മോഡ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനായി ഞാൻ എന്ത് ചെയ്യുന്നു? ഈ മെഷീനിനെ സ്റ്റാർട്ട് ചെയ്യിക്കാൻ പോവുകയാണ്. അതായത് ഈ മെഷീനിനെ വീണ്ടും ഓൺ ആക്കുവാൻ പോവുകയാണ്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം സ്റ്റാറ്റസ് അപ്ഡേറ്റിംഗ് അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് എന്നതൊക്കെയാണ് കാണുക. അതായത് ഈ മെഷീൻ ഇപ്പോൾ ബൂട്ട് ചെയ്യുവാൻ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡായാൽ ഇവിടെ റണ്ണിംഗ് എന്നതാണ് സ്റ്റാറ്റസ് കാണിക്കുക. റണ്ണിംഗ് എന്ന് കാണിച്ചാൽ നമുക്കറിയാം ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇപ്പോൾ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ റണ്ണിംഗ് എന്നതാണ് കാണിക്കുന്നത് അല്ലേ? സോ ഞാൻ എന്ത് ചെയ്യുന്നു? മുകളിലെ കണക്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. തുടർന്ന് RDP സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ നിന്നും ഡൗൺലോഡ് RDP ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ആ RDP ഫയൽ ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഞാൻ ഈ ഫയലിൽ ക്ലിക്ക് ചെയ്ത് ഇത് ഓപ്പൺ ചെയ്യുന്നു. തുടർന്ന് കണക്ട് ചെയ്യട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. സോ ഞാൻ കണക്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ യൂസർ നെയിമും പാസ്വേഡും ചോദിക്കുന്നുണ്ട്. സോ ശരിയായ യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് ഞാൻ താഴെ ഇവിടെ ഈ OK ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്ന സെർവറിന്റെ നെയിമാണ് ഇവിടെ കാണിക്കുന്നത്. ഞാൻ താഴെയുള്ള ഈ യെസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഈ സെർവർ ഇവിടെ കണക്ട് ആകപ്പെടുന്നത് കാണുവാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും നമ്മൾ കുറച്ച് ഫോൾഡേഴ്സുകൾ ഈ മെഷീനിന്റെ ടെമ്പററി ഡിസ്കിൽ സേവ് ചെയ്തു വെച്ചിരുന്നു. ആ ഫോൾഡേഴ്സുകൾ അവിടെ തന്നെ ഉണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്കറിയാം ടെമ്പററി ഡിസ്കിൽ ഡാറ്റാസുകൾ ഒന്നും കോപ്പി ചെയ്യരുതെന്നാണ് മൈക്രോസോഫ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്നത്. അതായത് ഈ ഡിസ്ക് എന്ന് പറയുന്നത് ആഷ്വറിന്റെ ഓൺ പർപ്പസിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തു തരുന്നതാണ്.
സോ ഈ ഡിസ്കിൽ ഡാറ്റാസുകൾ സേവ് ചെയ്താൽ അത് നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസസ് ഒക്കെ വളരെ കൂടുതലാണ്. ഇവിടെ ഷട്ട് ഡൗൺ എന്ന ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മളൊരു മെഷീനെ ഓഫ് ചെയ്യിക്കുന്നതെങ്കിൽ ഈ ഡാറ്റാസുകൾ മേ ബി നഷ്ടപ്പെടാം, അല്ലെങ്കിൽ നഷ്ടപ്പെടാതിരിക്കാം എന്നതാണ് മൈക്രോസോഫ്റ്റ് പറയുന്നത്. അതായത് ടെമ്പററി ഡിസ്കിലെ ഡാറ്റാസുകൾ അതേപോലെ ഉണ്ടാകുമെന്ന് മൈക്രോസോഫ്റ്റ് ഒരിക്കലും ഇവിടെ ഗ്യാരണ്ടി തരുന്നില്ല. പക്ഷെ ഷട്ട് ഡൗൺ എന്ന ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മളൊരു മെഷീൻ ഓഫ് ചെയ്യിച്ച് വീണ്ടും ഓൺ ചെയ്യുന്നതെങ്കിൽ ഒരു 50% നമുക്ക് ഉറപ്പിക്കാം ഡാറ്റാസുകൾ അവിടെ തന്നെ ഉണ്ടാകുമെന്ന്. ശരി, നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനായി ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ താഴെ നിന്നും ഫയൽ എക്സ്പ്ലോററിൽ ക്ലിക്ക് ചെയ്യുന്നു. തുടർന്ന് ദിസ് PC എന്നത് ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം ടെമ്പററി ഡിസ്കും ഓപ്പൺ ചെയ്യുന്നു. സി കണ്ടില്ലേ, ഡാറ്റാസുകളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല അല്ലേ? ഇവിടെ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ചിലപ്പോൾ 2-3 തവണയൊക്കെ ഷട്ട് ഡൗൺ ചെയ്ത് കഴിയുമ്പോൾ ഈ ഡാറ്റാസുകൾ ലോസ് ആയി പോകുവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് മൈക്രോസോഫ്റ്റ് ഇവിടെ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾ ഒരിക്കലും ടെമ്പററി ഡിസ്കിൽ ഡാറ്റാസുകളൊന്നും സൂക്ഷിച്ചു വെക്കരുതെന്ന്. അത് നഷ്ടപ്പെടുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ശരി, ഞാൻ ഈ വിൻഡോ ഇവിടെ ക്ലോസ് ചെയ്യുകയാണ്. ഇനി നമ്മൾ ഈ വിർച്വൽ മെഷീനെ ഒന്ന് ഓഫ് ചെയ്യാൻ പോവുകയാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഉള്ളിലുള്ള ഷട്ട് ഡൗൺ എന്ന ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ടല്ല ഇനി ഞാൻ പവർ ഓഫ് ചെയ്യുന്നത്. ആഷർ പോർട്ടലിന്റെ അകത്തുള്ള സ്റ്റോപ്പ് എന്ന സൗകര്യം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ മെഷീനെ ഓഫ് ചെയ്യുവാൻ പോകുന്നത്. ശരി, ഇപ്പോൾ നമ്മൾ ആഷറിന്റെ പോർട്ടൽ പേജിലാണുള്ളത്. ഈ സ്റ്റോപ്പ് എന്ന ബട്ടണിൽ ഞാനൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ഒരു മെസ്സേജ് ഇവിടെ കാണിക്കുന്നുണ്ട് അല്ലേ? എന്താണ് ഇവിടെ പറയുന്നത്? സ്റ്റോപ്പ് ദിസ് വിർച്വൽ മെഷീൻ. തൊട്ട് താഴെ തന്നെ അവർ കൊടുത്തിട്ടുണ്ട് പബ്ലിക് IP അഡ്രസ്. അതായത് ഈ മെഷീനിന്റെ കറന്റ്ലി ഉള്ള പബ്ലിക് IP അഡ്രസ് ആണ് ഈ കാണിക്കുന്നത്. വിൽ ബി ലോസ്റ്റ് ഇഫ് ദിസ് VM ഈസ് സ്റ്റോപ്ഡ്. അതായത് അവർ പറയുന്നത് ഈ മെഷീനിനെ സ്റ്റോപ്പ് ചെയ്താൽ കറന്റ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പബ്ലിക് IP അഡ്രസ് റിമൂവ് ആയി പോകുമെന്നുള്ളതാണ്. സോ നമുക്ക് ഈ പബ്ലിക് IP അഡ്രസ് റിസർവ് ചെയ്യണമെങ്കിൽ ഇവിടെ താഴെയുള്ള ഈ ടിക്ക് മാർക്ക് കൊടുക്കുക. എന്താണ് അവിടെ പറയുന്നത്? ഡു യു വാണ്ട് ടു റിസർവ് ദ പബ്ലിക് IP അഡ്രസ്. അതായത് മുകളിൽ കൊടുത്തിരിക്കുന്ന ഈ പബ്ലിക് IP അഡ്രസ് നമുക്ക് റിസർവ് ചെയ്യണമെങ്കിൽ ഇവിടെയുള്ള ഈ ടിക്ക് മാർക്ക് നൽകിയതിനു ശേഷം താഴെയുള്ള OK ബട്ടണിൽ പ്രസ് ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ മൈക്രോസോഫ്റ്റ് ഈ പബ്ലിക് IP അഡ്രസ് നമുക്ക് റിസർവ് ചെയ്ത് വെക്കുന്നതായിരിക്കും. പക്ഷേ അതിന് സെപ്പറേറ്റ് ബില്ലെല്ലാം നമ്മൾ നൽകേണ്ടതുണ്ട്. സോ നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ പബ്ലിക് IP അഡ്രസ് റിസർവ് ചെയ്ത് വെക്കുക. ഞാൻ എന്തായാലും ഇപ്പോൾ ഇത് റിസർവ് ചെയ്യുന്നില്ല. ടിക്ക് മാർക്ക് നൽകാതെ തന്നെ താഴെയുള്ള ഈ OK ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. അല്പസമയത്തിനുള്ളിൽ ഇവിടെ സ്റ്റാറ്റസ് ഡി അലോക്കേറ്റിംഗ് എന്ന് കാണിക്കുന്നത് കാണാം നിങ്ങൾക്ക്. അതായത് ഈ വിർച്വൽ മെഷീൻ ഡി അലോക്കേഷൻ മോഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡി അലോക്കേഷൻ മോഡിലേക്ക് പോകുമ്പോൾ ഈ വിർച്വൽ മെഷീനിൽ അറ്റാച്ച് ആയിരിക്കുന്ന CPU, അതായത് പ്രോസസർ, മെമ്മറി, പബ്ലിക് IP അഡ്രസ് ഇതെല്ലാം റിലീസായി പോകുന്നതാണ്. സി കണ്ടില്ലേ, ഇപ്പോൾ സ്റ്റോപ്ഡ് എന്ന് കൊടുത്തുകൊണ്ട് ബ്രാക്കറ്റിൽ ഡി അലോക്കേറ്റഡ് എന്നതാണ് സ്റ്റാറ്റസ് കാണിക്കുന്നത്. പബ്ലിക് IP അഡ്രസിന്റെ ഭാഗത്ത് ഇപ്പോൾ പബ്ലിക് IP അഡ്രസ് കാണിക്കുന്നില്ല, പകരം ആ നെയിം മാത്രമേ ഷോ ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ സ്റ്റാറ്റസ് ഒന്നുകൂടെ നോട്ട് ചെയ്യുക നിങ്ങൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. സ്റ്റോപ്ഡ് എന്ന് കാണിച്ച് ബ്രാക്കറ്റിൽ ഡി അലോക്കേറ്റഡ് എന്നതാണ് കാണിക്കുന്നത്. ശരി, ഇനി ഞാൻ മുകളിലുള്ള ഈ സ്റ്റാർട്ട് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. സ്വല്പ സമയത്തിനുള്ളിൽ ഇവിടെ പബ്ലിക് IP അഡ്രസിന്റെ ഭാഗത്ത് നോക്കിയാൽ നമുക്ക് മറ്റൊരു പബ്ലിക് IP അഡ്രസ് മൈക്രോസോഫ്റ്റ് അസൈൻ ചെയ്തു തരുന്നത് കാണുവാൻ സാധിക്കും. ഇനി ഈ മെഷീനിനെ കണക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഈ പബ്ലിക് IP അഡ്രസ് ആണ്. അതായത് ഇപ്പോൾ പുതിയതായി ലഭിച്ച ഈ പബ്ലിക് IP അഡ്രസ് ആണ് നമ്മൾ ഈ മെഷീനെ കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത്. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത്? ഡി അലോക്കേറ്റഡ് സ്റ്റാറ്റസിലേക്ക് പോയി വീണ്ടും തിരിച്ച് റണ്ണിംഗ് സ്റ്റാറ്റസിലേക്ക് വന്നപ്പോൾ നമുക്ക് മറ്റൊരു പബ്ലിക് IP അഡ്രസ് ആണ് ഇവിടെ ലഭിച്ചത് അല്ലേ? ശരി, അടുത്തതായി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കുവാനുള്ളത് ടെമ്പററി ഡിസ്കിന്റെ കാര്യമാണ്. നമ്മൾ കുറച്ച് ഫോൾഡേഴ്സുകളൊക്കെ ആ ടെമ്പററി ഡിസ്കിൽ സേവ് ചെയ്ത് വെച്ചിരുന്നു അല്ലേ? അതെല്ലാം അവിടെ തന്നെ ഉണ്ടോ എന്നൊന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ അതിനായി ഈ മെഷീനെ ഒന്ന് കണക്ട് ചെയ്യാം. ഞാനിവിടെ മുകളിൽ നിന്നും കണക്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. തുടർന്ന് RDP സെലക്ട് ചെയ്ത് ഇവിടെ നിന്നും ഡൗൺലോഡ് RDP ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ആ RDP ഫയൽ ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഞാൻ ഈ ഫയലിൽ ക്ലിക്ക് ചെയ്ത് ഇത് ഓപ്പൺ ചെയ്യുന്നു.
തുടർന്ന് കണക്ട് ചെയ്യട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. സോ ഞാൻ കണക്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ യൂസർ നെയിമും പാസ്വേഡും ചോദിക്കുന്നുണ്ട്. സോ ശരിയായ യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് ഞാൻ താഴെയുള്ള ഈ ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ യെസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഈ സെർവർ ഇവിടെ കണക്ട് ആകപ്പെടുന്നത് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിനുശേഷം ഇവിടെ നിന്നും ഫയൽ എക്സ്പ്ലോറർ ഓപ്പൺ ചെയ്യുന്നു. തുടർന്ന് ദിസ് PC എന്നത് ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ നിന്നും ടെമ്പററി ഡിസ്ക് ഓപ്പൺ ചെയ്യുന്നു. ആഹാ, ഇങ്ങോട്ടും നോക്കൂ. നമ്മൾ സേവ് ചെയ്ത് വെച്ചിരുന്ന ഫോൾഡേഴ്സുകൾ ഒന്നും തന്നെ കാണുവാനില്ല അല്ലേ? അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത്? ഡി അലോക്കേറ്റഡ് മോഡിലേക്ക് പോയപ്പോൾ ഇതിൽ സേവ് ചെയ്ത് വെച്ചിരുന്ന എല്ലാ ഡാറ്റാസുകളും നഷ്ടമായി പോയിരിക്കുന്നു. സോ ആവശ്യമുള്ള ഡാറ്റാസുകളാണെങ്കിൽ ഒരിക്കലും ടെമ്പററി ഡിസ്കിൽ നിങ്ങൾ സേവ് ചെയ്ത് വെക്കരുത്. അഡീഷണലായി ഡാറ്റാ ഡിസ്കുകളൊക്കെ ആഡ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ മാത്രമേ ഫയൽസുകളും ഫോൾഡേഴ്സുകളും ഒക്കെ സേവ് ചെയ്ത് വെക്കാവൂ. എങ്ങനെയാണ് ഒരു മെഷീനിൽ അഡീഷണലായി ഡാറ്റാ ഡിസ്കുകൾ ആഡ് ചെയ്യുക എന്നതൊക്കെ നമുക്ക് സെപ്പറേറ്റ് മറ്റൊരു പാർട്ടിൽ പരിശോധിക്കാം. ശരി, നമ്മൾ കുറച്ചു മുമ്പ് നോക്കിയ 3 സ്റ്റാറ്റസുകൾ കൂടാതെ മറ്റു കുറച്ച് സ്റ്റാറ്റസുകൾ കൂടെ അഷ്യൂറിൽ കാണിക്കാറുണ്ട്. വളരെ സിമ്പിളായ സ്റ്റാറ്റസുകളാണവ. എന്തായാലും അതുകൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു വിർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തെ സ്റ്റാറ്റസ് നോക്കിയാൽ ക്രിയേറ്റിംഗ് എന്ന് ഇവിടെ ഷോ ചെയ്യുന്നത് കാണുവാൻ സാധിക്കും നമുക്ക്. അതായത് ഒരു VMലേക്കുള്ള റിസോഴ്സസുകൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് ഈ സമയത്ത് നടക്കുന്നത്. ഈ ക്രിയേഷൻ കഴിഞ്ഞാൽ പിന്നീട് ഈ സ്റ്റാറ്റസ് സ്റ്റാർട്ടിംഗ് എന്നതായിരിക്കും ഇവിടെ കാണിക്കുക. സി കണ്ടില്ലേ, ഇവിടെ സ്റ്റാറ്റസ് ഇപ്പോൾ സ്റ്റാർട്ടിംഗ് എന്നതായി മാറിയിട്ടുണ്ട്. അതായത് ബൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് ഇതിന്റെ ഒരു മീനിങ് വരുന്നത്. മുകളിലുള്ള റീസ്റ്റാർട്ട് എന്ന ഓപ്ഷൻ യൂസ് ചെയ്താലോ അല്ലെങ്കിൽ സ്റ്റാർട്ട് എന്ന ഓപ്ഷൻ യൂസ് ചെയ്താലും സെയിം ബൂട്ടിംഗ് തന്നെയാണ് ആദ്യം നടക്കുക അല്ലേ? സോ ഈ ഒരു സ്റ്റാറ്റസ് ആണ് അപ്പോൾ അവിടെ കാണിക്കുക. ഇങ്ങനെ ബൂട്ട് ചെയ്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ അകത്ത് കയറിയാൽ പിന്നീട് ഇവിടെ സ്റ്റാറ്റസ് കാണിക്കുക റണ്ണിംഗ് എന്നതായിരിക്കും. സോ ആ സമയത്ത് ഈ വിർച്വൽ മെഷീൻ കണക്ട് ചെയ്ത് യൂസ് ചെയ്യുവാൻ നമുക്ക് സാധിക്കുന്നതാണ്. അടുത്തതായി നിങ്ങൾക്ക് ഇതേപോലെ ഡി അലോക്കേറ്റിംഗ് എന്ന് കാണാം. എപ്പോഴാണ് ഇങ്ങനെ ഒരു സ്റ്റാറ്റസ് കാണിക്കുക? ആഷ്വർ പോർട്ടലിലെ സ്റ്റോപ്പ് എന്ന ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ഈ VMനെ ഓഫ് ചെയ്യുമ്പോൾ ആദ്യം കാണിക്കുക ഇതുപോലെ ഡി അലോക്കേറ്റിംഗ് എന്നതാണ്. അതായത് ഡി അലോക്കേറ്റ് ചെയ്യുവാൻ പോകുന്നു എന്നതാണ് ഇതിന്റെ ഒരു മീനിങ് വരുന്നത്. സ്വല്പ സമയത്തിനുള്ളിൽ ഇവിടെ സ്റ്റോപ്ഡ് ഡി അലോക്കേറ്റഡ് എന്ന് കാണിക്കുന്നതായിരിക്കും അല്ലേ? സോ അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് വിവിധ തരത്തിലുള്ള വിർച്വൽ മെഷീൻ സ്റ്റാറ്റസുകളെ കുറിച്ചായിരുന്നു. ഇതിനെ കോമൺ ആയിട്ട് നമ്മൾ പറയുക വിർച്വൽ മെഷീൻ സ്റ്റേറ്റ് എന്നതാണ്. ഇവിടെ നോട്ട് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഒന്നുകൂടെ ഞാനൊന്ന് പറഞ്ഞു പോകാം. ഒരു വിർച്വൽ മെഷീൻ എങ്ങനെയാണ് നമ്മൾ ഓഫ് ചെയ്യുന്നത് എന്ന മെത്തേഡിനനുസരിച്ചിരിക്കും സ്റ്റോപ്ഡ് എന്ന സ്റ്റാറ്റസും സ്റ്റോപ്ഡ് ഡി അലോക്കേറ്റഡ് എന്ന സ്റ്റാറ്റസും. OS ലെവലിലാണ് നമ്മൾ ഒരു മെഷീനിനെ ഓഫ് ചെയ്യിക്കുന്നതെങ്കിൽ സ്റ്റാറ്റസ് സ്റ്റോപ്ഡ് എന്നതാണ് കാണിക്കുക. എന്നാൽ ആഷ്വറിന്റെ കൺസോളിൽ നിന്നും അതായത് ആഷ്വറിന്റെ പോർട്ടലിൽ നിന്നും ഒരു വിർച്വൽ മെഷീനെ സ്റ്റോപ്പ് ചെയ്യിക്കുകയാണെങ്കിൽ അവിടെ സ്റ്റോപ്ഡ് ഡി അലോക്കേറ്റഡ് എന്നുമാണ് കാണിക്കുക. ആഷ്വർ പോർട്ടലിൽ നിന്നും സ്റ്റോപ്പ് എന്ന ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ഒരു VMനെ ഓഫ് ചെയ്യുമ്പോൾ എന്താണ് മൈക്രോസോഫ്റ്റിന്റെ ഡാറ്റാ സെന്ററിൽ സംഭവിക്കുന്നത് എന്നത് നോക്കുകയാണെങ്കിൽ അവിടുത്തെ ഫിസിക്കൽ സെർവറിൽ നിന്നും ഈ വിർച്വൽ മെഷീൻ ഡി അലോക്കേറ്റ് ചെയ്യപ്പെട്ട് അതായത് ഈ ഫിസിക്കൽ സെർവറിൽ നിന്നും വിർച്വൽ മെഷീൻ റിമൂവ് ആകപ്പെട്ട് വീണ്ടും നമ്മൾ ഈ മെഷീനെ ഓൺ ചെയ്യിക്കുമ്പോൾ മേ ബി ഈ സെർവറിൽ നിന്ന് തന്നെ ആയിരിക്കാം ഈ മെഷീൻ സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫിസിക്കൽ സെർവറിൽ നിന്നുമായിരിക്കും ഈ വിർച്വൽ മെഷീൻ വീണ്ടും പ്രവർത്തനം ആരംഭിക്കുക. ഇതെല്ലാം ഡാറ്റാ സെന്ററിന്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. സോ ഈ ഓപ്പറേഷന്റെ ഒന്നും കൺട്രോൾ നമ്മുടെ കയ്യിലല്ല, അതെല്ലാം മൈക്രോസോഫ്റ്റ് തന്നെയാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഡി അലോക്കേറ്റ് ചെയ്യുമ്പോൾ പബ്ലിക് IP അഡ്രസ് എല്ലാം ഇവിടെ നിന്നും റിമൂവ് ആയി പോയി പുതിയ പബ്ലിക് IP അഡ്രസ് ലഭിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ആ സെയിം IP അഡ്രസ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ആ IP അഡ്രസ്സിനെ റിസർവ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റിക് പബ്ലിക് IP അഡ്രസ് ക്രിയേറ്റ് ചെയ്യുകയോ ഇവിടെ ആകാം. ഡി അലോക്കേറ്റഡ് മോഡിലാണെങ്കിൽ സ്റ്റോറേജിന്റെ ബില്ല് മാത്രം നമ്മൾ പേ ചെയ്താൽ മതി. എന്നാൽ സ്റ്റോപ്ഡ് മാത്രമാണെങ്കിൽ മറ്റുള്ള റിസോഴ്സസുകളുടെ ബില്ല് കൂടെ നമ്മൾ പേ ചെയ്യേണ്ടി വരും. ഇവിടെ കുറച്ച് പ്രധാനപ്പെട്ട നോട്ട്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കുക. കൂടാതെ താഴെ ഒരു ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. സമയം കിട്ടുമ്പോൾ ഇതുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ശരി ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ വെച്ച് ഞാൻ നിർത്തുകയാണ്.
അടുത്ത പാർട്ടിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി.